വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ ചുമത്തും. കരാറിലെത്തിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും സ്കോട്ട്ലൻഡിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ് മധു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ചൂടേറിയ ചർച്ചകളാണ് നടന്നിരുന്നത് ഉർസുലയും ട്രംപുമായി. അപ്പോൾ അതിൽ ഒരു തീരുമാനത്തിൽ തൽക്കാലം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനു മുൻപ് പറഞ്ഞതൊക്കെ തന്നെ 50% തീരുവ, 30%, ഒടുവിൽ 20% വരെ വന്നു. പ്രത്യേകിച്ച് ഈ കാറുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, അതിനൊക്കെ തന്നെ. ഇപ്പോഴുള്ള ഈ 15% അതുകൊണ്ട് ഇരു കൂട്ടർക്കും അതൊരു വലിയ കുഴപ്പമില്ലാതെ പോകാം എന്നുള്ള ധാരണയിലാണ്. ഗുഡ് മോർണിംഗ് റിജിത്ത്, സ്മിത. ഇരുകൂട്ടർക്കും എന്നുള്ളതിന് അപ്പുറമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഒരു വലിയ വിജയമാണ് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര തർക്കം പറഞ്ഞു തീർക്കുവാൻ സാധിച്ചത്. അതിന്റെ കാരണം ആഗോള വ്യാപാരത്തിന്റെ ഒക്കെ കണക്കുകളെടുത്താൽ ഈ US യൂറോപ്പ് മാർക്കറ്റ് ഷെയർ ഏകദേശം ആഗോളതലത്തിൽ തന്നെ 1/3 വരും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമായിട്ട് നടന്ന അവസാന ചർച്ചകൾക്കൊടുവിലാണ് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 15% തീരുവ ഏർപ്പെടുത്തുവാനായിട്ട് ഇരുകൂട്ടരും സമ്മതിച്ചിരിക്കുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടക്കത്തിൽ ഈ സ്മിത പറഞ്ഞതുപോലെ 50-30 അങ്ങനെ 20% വരെ കുറഞ്ഞു വന്നിരുന്നു. ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ഇടപാടാണ് ഇതെന്നാണ് താൻ കരുതുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത്. അതുപോലെ US-ന്റെ ഊർജ്ജ ഉൽപ്പന്നങ്ങളും സൈനിക ഉപകരണങ്ങളുടെയൊക്കെ വാങ്ങലുകൾ ഘട്ടം ഘട്ടമായി യൂറോപ്പ് വർദ്ധിപ്പിക്കാമെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല യൂറോപ്യൻ യൂണിയൻ 600 ബില്യന്റെ നിക്ഷേപം അമേരിക്കയിൽ വരും വർഷങ്ങളിൽ നടത്തും. ട്രംപിനെ ഒരു കടുത്ത വിലപേശൽ നടത്തുന്ന ഒരാളായിട്ടാണ് വോണ്ടർ ലൈൻ വിശേഷിപ്പിച്ചത്. ഈ 15% താരിഫ് തന്നെ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചാണ് സാധിച്ചെടുത്തതെന്നും അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. US ഊർജ്ജ മേഖലയിൽ $750 ബില്യൺ കച്ചവടമാണ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ നിക്ഷേപ വാക്കുകളൊന്നും വരും വർഷങ്ങളിൽ പാലിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ ഈ താരിഫ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവകാശം അമേരിക്കയ്ക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റിജിത്ത്, സ്മിത. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.